ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് iPhone 14 ഒരു മദർ ബോർഡാണ്. നമുക്ക് അതിന്റെ സാൻഡ്വിച്ച് ബോർഡ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ സെപ്പറേറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങൾ എന്താവും, ഉരുകി പോവാൻ ചാൻസ് കൂടുതലാണ്. കണ്ടോ സ്റ്റിക്കർ കണ്ടോ? ഇതൊക്കെ ആദ്യം എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഇതൊക്കെ ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് റിമൂവ് ചെയ്താൽ മാത്രം എന്താവുള്ളൂ, നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഫിക്സ് ആവുകയുള്ളൂ. പിന്നെ എന്താണ്, ഫ്രഷ് ആയിട്ട്, അതായത് നോർമലി നമുക്ക് എന്താ ഹീറ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ടിന്നർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഗമ്മിനെ മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വീട് തിരിച്ചു വെക്കാനുള്ള ഒരു സെറ്റപ്പിൽ രീതിയിൽ എടുക്കണം കേട്ടോ. എന്നാലും നമ്മൾ വർക്ക് ചെയ്തതിനു ശേഷം നല്ലൊരു ഫിനിഷിങ് വർക്ക് കിട്ടത്തുള്ളൂ. ഇതൊക്കെ തിരിച്ചു വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് നമ്മളെ കണ്ടറിന്റെ ഒരു ഡമ്മി പാഡ് വെച്ചിരിക്കണം കേട്ടോ. അതായത് ഈ 14 ഇതൊക്കെ സെയിം ബോർഡ് ആയിരിക്കും. 14 ഫ്രെയിം എടുക്കാം. ഫ്രെയിം എടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് മെഷീനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ ബോർഡിന്റെ, അതായത് അപ്പർ ബോർഡിന്റെ ലെയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പർ ബോർഡ് ഏതാ, ഈ കണ്ടറുള്ള ഭാഗത്താണ് കൂടുതൽ കണ്ടറുള്ള ഭാഗമാണ് അപ്പർ ബോർഡായിട്ട് വരുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ അപ്പർ ബോർഡിന്റെ ആ ഗ്യാപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെക്സ് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പെട്ടെന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. സെപ്പറേറ്റിലേക്ക് എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഫിക്സ് ആയി നോക്കുക, കറക്റ്റ് പ്രോപ്പറായിട്ട് ഇരുന്ന് നോക്കണം കേട്ടോ ആദ്യം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ടെമ്പറേച്ചറുകളുണ്ട്. അതായത് നമുക്ക് പല ടൈപ്പിലുള്ള മോഡലുകളിലേക്ക് നമുക്ക് ഓരോ ടെമ്പറേച്ചറുകളാണ് ഉള്ളത്. അപ്പോൾ X2 1230 ആ സീരീസിൽ വരുന്ന സെറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് 150 to 210 ആ റേഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹീറ്റ് കൺട്രോൾ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഇനി അതിന്റെ മുകളിലേക്കാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ 200, 210, 220, 230 നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മള് ഇവിടുത്തെ റൂം ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. ഈ റെഡ് കളർ നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് 220 മതി കേട്ടോ. പിന്നെ ഈ 300 ടൈമാണ്, ടൈം സെറ്റ് ചെയ്യാനുള്ള നമുക്ക് ഇവിടെ എത്ര സെക്കൻഡുകളാണ്, ഓരോ സെക്കൻഡുകളാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ 360 സെക്കൻഡുകളാണ് നമുക്ക് കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു 360 ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഈ വൈറ്റ് കളർ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടിങ് ബട്ടണാണ്. പിന്നെ അതെന്ത് ചെയ്യും, 150 സെക്കൻഡുകൾ ഓരോ സെക്കൻഡുകൾ കുറഞ്ഞ് ആ സമയത്ത് എന്താവും, ഇത് ടെമ്പറേച്ചർ ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 360 സെക്കൻഡ് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ബോർഡുകൾ നല്ല എന്ത് ചെയ്യാം, ലിഫ്റ്റ് ആവുന്ന നോക്കാം. ഓക്കെ, അപ്പോൾ ടൈം എന്താവും, പറഞ്ഞു വരും. അപ്പോൾ നേരെ മെഷീനിലേക്ക് എത്തും. അപ്പോൾ ഏകദേശം എന്ത് ചെയ്യും, ആ ടെമ്പറേച്ചറിൽ ഉണ്ടാവും ബോർഡ് ഹീറ്റ് ആയിട്ടാണ് കേട്ടോ. നമ്മൾ ആ ഫ്ലെക്സ് ഇട്ട് കൊടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് മെൽറ്റ് ആവാനും നമ്മൾ മെൽറ്റ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ് ഇട്ട് കൊടുത്തിരിക്കുക കേട്ടോ. ഇതിൻ്റെ സാൻഡ്വിച്ച് ബോർഡിൽ മേലേക്ക് എന്ത് ചെയ്യുക, ഇനി ഹീറ്റ് അടിച്ചു കൊടുക്കുക കേട്ടോ. കൂടാതെ മേടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സാൻഡ്വിച്ച് ചെയ്ത് വീണ്ടും തിരിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് എങ്ങനെ റീഫിക്സ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ.